ഗാസ വെടിനിർത്തൽ കരാറിൽ നിർണായക പ്രഖ്യാപനം മണിക്കൂറുകൾ മാത്രം അകലെയെന്ന സൂചന. ദോഹയിലെ മധ്യസ്ഥ ചർച്ചകൾ ഫലപ്രാപ്തിയിലേക്ക് കടക്കുന്നുവെന്ന് ജോ ബൈഡൻ പറഞ്ഞു. കരാറിന്റെ അന്തിമ കരട് രേഖ ഖത്തർ കൈമാറി. ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ മോചിപ്പിച്ചേക്കും. കരാർ വ്യവസ്ഥകളിൽ അവസാനഘട്ട ചർച്ചകൾ ഉടൻ നടക്കും. ഗാസയിൽ വെടിനിർത്തലും ബന്ദികളുടെ മോചനവും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിൽ പന്തിപ്പോൾ ഹമാസിന്റെ കോർട്ടിലാണെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിക്കുന്നത്. അധികാരമൊഴിയുന്നതിനു മുൻപ് മധ്യസ്ഥ ശ്രമങ്ങൾ ഫലപ്രാപ്തി കാണുന്ന വിവരം നയതന്ത്ര വിജയമായാണ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത്. ദോഹയിലെ മധ്യസ്ഥ ചർച്ചകൾ വഴിത്തിരിവിലെത്തുമ്പോൾ ഖത്തർ കൈമാറിയ കരാറിന്റെ കരട് രേഖയിൽ അവസാനഘട്ട ചർച്ചകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഹമാസിന്റെ പിടിയിലുള്ള 33 ബന്ദികളുടെ മോചനമാണ് ആദ്യഘട്ടമെന്ന് പ്രസ്തുത കരാർ രേഖയെ ഉദ്ധരിച്ച് ഇസ്രയേൽ വക്താക്കൾ അറിയിച്ചു. സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നീ വിഭാഗങ്ങൾക്കായിരിക്കും മുൻഗണന. കരാർ പ്രാബല്യത്തിൽ വന്ന് 16-ാം ദിവസം രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കും. അവശേഷിക്കുന്ന ബന്ദികളുടെ മോചനവും കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള നടപടികളും ഉണ്ടാവുക ഈ ഘട്ടത്തിലാണ്. കരാർ പ്രകാരം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇസ്രയേലിന്റെ സൈനിക പിന്മാറ്റം. കരാർ നിലവിൽ വന്നാലും അതിർത്തികളിൽ ഇസ്രയേൽ സൈന്യം തുടരും. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നുള്ള പിന്മാറ്റം രണ്ടാം ഘട്ടത്തിലേക്ക് നീളുമെന്നാണ് സൂചന. അതേസമയം മധ്യഗാസയിലെ നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചേക്കും. നിരായുധരായ സാധാരണക്കാരെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ അനുവദിക്കും. മേഖലയിൽ ആയുധങ്ങൾ പ്രവേശിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനമുണ്ടാകുമെന്നും ഇസ്രയേൽ പറയുന്നു. ഗാസ യുദ്ധത്തിലേക്ക് നയിച്ച ഹമാസിന്റെ ഒക്ടോബർ 7-ലെ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടവരൊഴികെ ഇസ്രയേലിന്റെ പിടിയിലുള്ള പലസ്തീനി തടവുകാരുടെ മോചനവും പരിഗണനയിലുണ്ട്. കരാർ ചർച്ചകളിൽ പുരോഗതി സ്ഥിരീകരിച്ചെങ്കിലും കരാറിലെ വിശദാംശങ്ങളിൽ ഹമാസ് ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന പുറത്തുവിട്ടിട്ടില്ല. ഖത്തർ പ്രധാനമന്ത്രി അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കരാറിനെ പ്രത്യാശയോടെ സമീപിക്കുന്നുവെന്ന പ്രതികരണമാണ് ഹമാസിൽ നിന്നുണ്ടായത്. മധ്യസ്ഥ ശ്രമത്തിൽ പങ്കാളികളായ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ബൈഡന്റെ ദൂതൻ ബ്രെറ്റ് മക്ഗൂർക്ക് എന്നിവരുടെ സാന്നിധ്യവും അവസാനഘട്ട ചർച്ചകളിൽ ഉണ്ടാകുമെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.